ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ, വെറൈറ്റി മീൻ കറിയാണ്. ഈ ഒരു മീൻ കറി മീനിൻ്റെ തല മുളകിട്ട് വെച്ചൊരു കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്, നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ. കിടു കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് അധികം ഒന്നും ആവശ്യമില്ല, അതിന് കുറഞ്ഞ റെസിപ്പി മാത്രം മതി, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയാലോ ഗൈസ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് മീനിൻ്റെ തലയാണ് കേട്ടോ. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മീനൊന്നുമില്ല, ഏത് മീനിൻ്റെ ആണെങ്കിലും തല നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മീൻ തല മുളകിട്ട് വെച്ചതാണിത്. അപ്പോൾ നമുക്ക് ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. മൺചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോഴാണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. അതിലോട്ട് കുറച്ച് കടുക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഇട്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 സവോള ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റണം. അപ്പോൾ അതിനായിട്ട് നന്നായി ഒന്ന് വഴറ്റി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് ഈ ഒരു ഉള്ളിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നമുക്ക്. അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു നല്ല കളർ കിട്ടാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത്. നോർമൽ ചില്ലി ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയൊക്കെ അതിലൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതും നന്നായിട്ടൊന്ന് ഒരു പച്ചമണം പോകുന്ന വരെ നന്നായി ഒന്ന് അതിൽ ഇളക്കി കൊടുക്കണം. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ കാന്താരി മുളക് വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉണക്ക കാന്താരിയാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത്. അത് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ച് എരിവ് നല്ല കറക്റ്റായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് മസാലയാണ് കേട്ടോ. ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ഫിഷ് മസാല ഉണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം 3/4 വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വാളംപുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുടംപുളി ആണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, യൂസ് ചെയ്യാം. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടോ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉപ്പൊന്ന് നമുക്ക് അതിൻ്റെ ഇടയിൽ നോക്കാം. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും, കാരണം പുളി ഒഴിച്ചതുകൊണ്ട് ഉപ്പ് നമുക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ നോക്കി കൊടുക്കാം. ഇനി നന്നായിട്ടിത് തിളയ്ക്കണം. അപ്പോൾ അത് നന്നായി ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഉള്ളിയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ഇത് നന്നായി തിളച്ച് വരുമ്പോൾ, ആ പുളിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ മീനിൻ്റെ തല ഇട്ട് കൊടുക്കുക. ഏത് മീനിൻ്റെ വേണമെങ്കിലും നമുക്ക് ആ ഒരു തല കഷ്ണം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് ഇതിൽ വെന്ത് തിളച്ച് വരണം. അപ്പോൾ അതുവരേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്നിങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതും നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ, തിളച്ച് വെന്ത് വരുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട്, പുളിപ്പൊക്കെ കുറവാണെങ്കിൽ പുളിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പുളി കുറവ് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പുളി കുറവ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നല്ല പുളിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നല്ല പുളിപ്പൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പുളിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ തലക്കഷ്ണമൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയുടെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ.
നമ്മൾ പുളിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിൻ്റെയൊക്കെ ആ ഒരു മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനില്ലേ കിടു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ തലേന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, കളയാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മീൻ തല മുളകിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഇതൊരു വെറൈറ്റി കറിയല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.